ക്രേസി ഡ്യൂട്ട്സ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുഞ്ഞി ഫാൻ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പ്രൊജക്റ്റൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ പ്രൊജക്ട് ഇപ്പൊ തന്നെ വലിയ പ്രൊജക്ട് നമ്മൾ ഫ്ലൈറ്റിന്റെ പ്രൊജക്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ട് കാണിക്കുന്നതിന്റെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫാനിനെ പറ്റിയിട്ടാണ്. ഫാന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 വോൾട്ടിന്റെ നമ്മൾ വലിയ മോട്ടർ ഉണ്ടാവില്ല അങ്ങനെ ഡീസല്, അതും അതിന്റെ ഒപ്പം തന്നെ ശരിയല്ല, അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു ഒരു ലിഥിയം അയോൺ സെല്ല് വെച്ചിട്ട് നമ്മൾ വെച്ച് കൺട്രോൾ ചെയ്യും. നമ്മൾ പവർ കൂട്ടുന്നതിനനുസരിച്ച് ഇത് നല്ല സ്പീഡിൽ കറങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു ഫാൻ നമ്മൾ ഇന്നിപ്പോ ഇരുന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുവന്ന ബട്ടൺ, സബ്സ്ക്രൈബ് എന്നുള്ള ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഞാൻ കാണുന്നതാണ്.
കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ചെറിയ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി ജസ്റ്റ് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് വെക്കാം. എന്തായാലും ഞാൻ കുറേ നേരം ഇത് കുറേ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ട് രാവിലെ തുടങ്ങിയതാണ് സംഭവം ഉണ്ടാക്കലൊക്കെ. നല്ല വരച്ചിട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ തിരിച്ചു നോക്കി വെക്കാം. ജസ്റ്റ് തിരിച്ചിട്ടുണ്ട്. വർക്കായി സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് സംഭവം. നിങ്ങൾ കാണാൻ കഴിയുണ്ടാവും. നല്ല കാറ്റൊക്കെ ഉണ്ടാവും. നിങ്ങൾ വീഡിയോയിൽ നിന്ന് കാണുണ്ടാവും. ഞാൻ ജസ്റ്റ് പേപ്പർ കൂടി കാണിച്ചു തരുന്നത്, പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പക്ഷെ പറ്റിയില്ല വീഡിയോ എടുക്കുമ്പോൾ. അതായത് ഞാൻ തിരിച്ച് കാണിച്ചു തരാം. സൈഡിൽ കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് സൈഡിൽ കൂടെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ സൈഡിൽ കൂടെ കാണുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ സ്ലോ ആയിട്ടിരിക്കണം. കുറച്ച് കൂട്ടിക്കോളാം, കുറച്ച് കൂട്ടിക്കോട്ടെ. അപ്പോൾ കണ്ടോ നല്ല സ്പീഡിൽ കിടക്കുന്നത് കാണാൻ കഴിയുണ്ടാവും. നല്ല കാറ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചാർജ് ചെയ്ത് നോക്കി നോക്കാം. ജസ്റ്റ് ചാർജ് ആവുന്നതും കൂടി ഞാൻ ചെക്ക് ചെയ്യണമല്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്നിൻ്റെ അഡാപ്റ്ററാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഡെന്നിൻ്റെ അഡാപ്റ്റർ. അതിൻ്റെ കേബിൾ പറഞ്ഞാൽ 2 സ്ഥലം നമുക്ക് 2 ചൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ചാർജ് ചെയ്യുന്നത് അങ്ങനെ കാണണ്ടാവും. നല്ല അടിപൊളിയായിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ അതിനും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മോട്ടർ നമ്മൾ യൂസ് ചെയ്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ കാണാം DC മോട്ടർ 12 വോൾട്ട് DC മോട്ടർ നമ്മൾ അടിച്ചെടുത്താൽ മതി. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ എല്ലാ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് 100 എത്ര വില ഉള്ളൂ. അതിന് 178 റുപ്യൻ്റെ അതിൻ്റെ വില ഉള്ളൂ ആ മോട്ടറിൻ്റെ. ഇത് ഞാൻ ഓൾറെഡി ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ പൊളിച്ചെടുത്ത മോട്ടറാണ്. അതുകൊണ്ട് എനിക്ക് അതേ ഷേപ്പുള്ള ഇതിന് അതുകൊണ്ട് കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഫാനിൻ്റെ ഷേപ്പ് ഞാൻ അതിനൊരു കുട്ടി ഫാൻ ഉണ്ടായിരുന്നു ആദ്യം. ആ കുട്ടി ഫാനെ പൊളിച്ചെടുത്ത് തന്നെയാണ് അതിൻ്റെ സാധനം. അപ്പോൾ ഞാൻ വെറുതെ കിടക്കില്ല. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് ആ ഷേപ്പിലുള്ള സാധനം എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ നിങ്ങളൊരു മരത്തിൻ്റെ ഒരു വടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുത്താലും മതി, പ്രശ്നമില്ല. പക്ഷെ എന്താ വെച്ചാൽ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനും അങ്ങനെ മൂവ് ചെയ്യാനും കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യില്ല. അപ്പം എൻ്റെ അടുത്ത് ഇതുണ്ടല്ലോ, അപ്പം ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. തോന്നുന്നു എനിക്കറിയില്ല, ഞാൻ എല്ലാവരും കൂട്ടുമ്പോൾ അറിയില്ല, കൂടുതൽ എനിക്കറിയില്ല. അപ്പം എന്നാൽ അന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടാം.